ഓർഗാനിക് സാനിറ്ററി പാഡ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ പല കമ്പനികളും ഹെർബൽ പാഡുകൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വലിയൊരു തുകയൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. 5000 രൂപയോ 10000 രൂപയോ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഈ ജോലി ചെയ്യാവുന്നതാണ്. ചെറിയ രീതിക്ക് നമുക്ക് ആരംഭിക്കാൻ പറ്റും. സാനിറ്ററി നാപ്കിനുകൾ ഇന്ത്യയിലെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് FDA അംഗീകാരം ആവശ്യമില്ല. ഇതിൻ്റെ ലൈസൻസുകൾ എന്ന് പറയുന്നത് പ്രാദേശിക സർക്കാരിനെ ആശ്രയിച്ചിട്ടിരിക്കും. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസും വൈദ്യുതിയും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളും തീർച്ചയായിട്ടും പാലിക്കണം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിനുവേണ്ട എല്ലാ അസംസ്കൃത വസ്തുക്കളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. സാധാരണയായിട്ട് ഈ പാഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എയർലൈഡ് പേപ്പർ അല്ലെങ്കിൽ വുഡ് പൾപ്പ്, SAP ഉള്ള ടിഷ്യൂ, ഫിലിംസ്, പശകൾ, റിലീസ് പേപ്പറുകൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് വനിതാ ഗ്രൂപ്പുകൾ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് വിൽക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ വിൽപ്പന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ റീറ്റെയിൽ സ്റ്റോറുകളിൽ വിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബാർകോഡിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല, ഒരു സോഷ്യൽ അവയർനെസ് കൂടിയാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു മത്സരം നമുക്ക് നിലനിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഫീൽഡിലാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം മെഡിക്കൽ ഷോപ്പുകളിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവരിപ്പോൾ ഇത് എടുക്കണമെന്നില്ല. കാരണം അവർ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിനായിരിക്കും ആവശ്യക്കാർ കൂടുതലുള്ളതും. കസ്റ്റമർ അത് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ നമ്മളവിടെ വെച്ച് നോക്കാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് നമ്മൾ ആൾക്കാരെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ വാങ്ങിയവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ സാധനം വാങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി ഈ ബിസിനസ് വീട്ടിലിരുന്ന് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ചില കമ്പനികൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു മാർജിൻ അവർക്ക് ഇടാൻ പറ്റിയ രീതിക്ക് തന്നെയാണ്, നല്ലൊരു ഡിസ്കൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാം. വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻ ഇട്ട് അത് വിൽക്കാവുന്നതാണ്. ഈ നാപ്കിനൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാനും സാധിക്കും. നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് അഡ്വാൻറ്റേജുകളുള്ള ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ട് തീർച്ചയായിട്ടും സാധാരണക്കാർ അറിഞ്ഞിരിക്കണം. വിഷവസ്തുക്കളോ രാസവസ്തുക്കളോ ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല. ഇതുകൂടാതെ അലർജി, ചൊറിച്ചിൽ, മറ്റ് അണുബാധ എന്നിവയിൽ നിന്നൊക്കെ ഇത് മുക്തമാണ്. സാധാരണ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും അലർജിയും ചൊറിച്ചിലും അണുബാധയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഒരു പാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നതും. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഹെർബൽ പാഡിലേക്ക് മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഹെർബൽ പാഡുകൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായിട്ടും 100% കോട്ടൺ കൊണ്ടാണ്. അതുപോലെ തന്നെ പൈൻ വുഡ് പേപ്പർ, വെണ്ണ പേപ്പർ, സിലിക്കൺ പേപ്പർ, പരുത്തി എന്നിവയിൽ നിന്നെല്ലാമാണ് ഓർഗാനിക് പാഡുകൾ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കത്തിച്ച് കളയാതെ മണ്ണിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ പോലും ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് നശിച്ചു പോകും. തമിഴ്നാട്ടിലിപ്പോൾ ഇത് ധാരാളമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണിത്. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ വിശദവിവരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ബിസിനസ് ചെയ്യുക. ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു ബിസിനസ് ആശയവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.